വന്ന മെസ്സേജസ് പലതും ഈ 10 ലക്ഷം ഒക്കെ കൊടുത്തിട്ട് റൊമേനിയയിലേക്ക് ഏജൻസി റിക്രൂട്ട് ചെയ്യുന്നത് ബാക്കിയുള്ള കൺട്രീസിലേക്ക് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പോയിട്ട് പണിയെടുക്കാം ഷെങ്കൻ ആയതുകൊണ്ട്. ഇപ്പൊ ഷെങ്കൻ ആയാലുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഈ ഷെങ്കൻ കൺട്രീസിൽ നമുക്ക് എന്ത് ചെയ്യാം, യാത്ര ചെയ്യാം. പെർമിറ്റ് തരാൻ വേണ്ടിയിട്ട് റെഡി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവർ പോയി വർക്ക് ചെയ്യണമെങ്കിൽ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇവിടുന്ന് ഡയറക്റ്റ് വണ്ടി എടുത്ത് ഇവിടുന്ന് ജർമ്മനിക്കാണെങ്കിൽ 1000 കിലോമീറ്റർ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഏജൻസികൾ ഈ കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് ഇവരെ കൊണ്ടുവന്നിട്ട് അവർക്ക് അവിടെ പണിയില്ലാതെ അവർ വേറെ സ്ഥലത്തൊക്കെ പണിയെടുക്കേണ്ട, അത് പലർക്കും ബാധിക്കും. അതുകൊണ്ട് വേണ്ട. ഇങ്ങനത്തെ കുറേ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് മാക്സിമം ഏതെങ്കിലും ഒരു ഏജൻസി ഉണ്ടോ എന്നുള്ളത്. ഹലോ, ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറേ കാലമായില്ലേ മര്യാദയ്ക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ വി ആർ ബാക്ക് ഓൺ ഫയർ. സോ ഇന്ന് ഞങ്ങൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് ഒരുപാട് മെസ്സേജസ് ഇൻസ്റ്റാഗ്രാമിൽ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഉള്ള ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഏജൻസിക്കാർ പറയുന്ന കാര്യം, യൂറോപ്പിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസിക്കാർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഏജൻസീസ് പറയുന്ന പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകുന്ന പൊള്ളയായ വാഗ്ദാനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ റൊമേനിയയിലേക്ക് വരുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെയാണ് നമ്മൾ ഏജൻസിക്കാരുടെ അടുത്ത് കറക്റ്റായിട്ട് ചോദിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ ഈ സൈഡിലോ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, അത് കാണുക. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് പല ഏജൻസീസും കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റൊമേനിയ ഷെങ്കൻ കൺട്രിയിലേക്ക് എൻ്റർ ആയിട്ടുണ്ട്. ഈ 2025 ജനുവരി 1 മുതൽ റൊമേനിയ കംപ്ലീറ്റ്ലി ഷെങ്കൻ. ഇത്രയും കാലം പാർഷ്യലി ആയിരുന്നു. ബൈ എയറും ബൈ വാട്ടറും ഒക്കെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. ഇപ്പോൾ നമ്മൾ നോർമലി ഷെങ്കനായി. എങ്ങനെ നമുക്കിപ്പോൾ ബോർഡർ ക്രോസും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഡയറക്റ്റ് ഇപ്പോൾ ഏത് കൺട്രിക്ക് വേണമെങ്കിലും ബൈ റോഡായാലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ട്രാവൽ ചെയ്യാം. അവിടെ 90 ഡേയ്സ് സ്റ്റേ ചെയ്യാനുള്ള റൂള് വന്നിട്ടുണ്ട്. അത് ഈ ഏജൻസികൾ ഒരു അഡ്വാൻറ്റേജ് ആക്കി എടുക്കുന്നുണ്ട് എന്നാണ് നമുക്ക് കിട്ടിയൊരു വിവരം. അതിനകത്ത് ഫസ്റ്റ് ഞങ്ങളൊരു കാര്യം പറഞ്ഞേക്കാം. ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. റൊമേനിയയിലേക്ക് അല്ലെ യൂറോപ്യൻ കൺട്രീസിലേക്ക്, ഏത് കൺട്രീസിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരായാലും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ആദ്യം തന്നെ റൊമേനിയൻ്റെ ഒരു കാര്യം പറഞ്ഞുതരാം. ഞങ്ങൾക്ക് വന്ന മെസ്സേജസ് പലതും ഈ 10 ലക്ഷം ഒക്കെ കൊടുത്തിട്ട് റൊമേനിയയിലേക്ക് ഏജൻസി റിക്രൂട്ട് ചെയ്യുന്ന ഒരിത് കണ്ടു. ഞങ്ങൾ സത്യസന്ധമായിട്ട് പറയാം, 10 ലക്ഷം ഒന്നും കൊടുത്ത് റൊമേനിയയിലേക്ക് വേർത്തില്ല. ഇൻ ദ സെൻസ് നമ്മളിപ്പോൾ സ്കിൽഡ് വർക്ക് ആണെങ്കിൽ സ്കിൽഡ് വർക്കിന് അതിൻ്റേതായിട്ടുള്ള ഒരു സാലറി പാക്കേജ് ഉണ്ടാവും. അപ്പോൾ അൺസ്കിൽഡ് വർക്കിനാണ് ഇവരെന്ത് ചെയ്യുന്നത്, അൺസ്കിൽഡ് വർക്കിനാണ് ഇവർ 10 ലക്ഷമൊക്കെ ചോദിക്കുന്നത്. അതൊരിക്കലും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. സ്കിൽഡ് വർക്കിനായാലും 10 ലക്ഷമൊന്നും കൊടുത്തു വരേണ്ട ഒരു വേർത്ത് റൊമേനിയയ്ക്കില്ല. അവർ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതൊരു എൻട്രി ആയിട്ട് കണ്ടാൽ മതി. പല ഏജൻസീസും ആണ്, ഒരു ഈസി എൻട്രി ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഷെങ്കൻ കൺട്രി ബാക്കിയുള്ള കൺട്രീസിലേക്ക് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പോയിട്ട് പണിയെടുക്കാം ഷെങ്കൻ ആയതുകൊണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊരു എൻട്രി ആയിട്ട് മാത്രം കണ്ടാൽ മതി, നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് എന്നുള്ളത്. അതിനകത്ത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ഷെങ്കൻ കൺട്രി ആണെങ്കിൽ കൂടെ തന്നെ EU സിറ്റിസൺസ് അല്ലാത്ത നമ്മൾക്ക്, അതായത് നമ്മൾ തേർഡ് വേൾഡ് കൺട്രീസിൽ പെടുന്നതാണ്, അതായത് നമ്മൾ ഈ യൂറോപ്യൻ യൂണിയനിൽ പെടുന്ന ആൾക്കാരല്ല. ഇന്ത്യൻസിന് എവിടേക്ക് പോകണമെങ്കിലും വിസയും കാര്യങ്ങളും, അതായത് സ്പോൺസർഷിപ്പ് വേണം, വർക്ക് പെർമിറ്റ് വേണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം. പക്ഷേ ഇപ്പോൾ ഷെങ്കൻ ആയാലുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഈ ഷെങ്കൻ കൺട്രീസിൽ നമുക്ക് എന്ത് ചെയ്യാം, യാത്ര ചെയ്യാം. വിസ ഇല്ലാതെ നമുക്ക് യാത്ര ചെയ്യാം. 90 ഡേയ്സ് വരെ നമുക്ക് അവിടെ നമ്മൾ വിസിറ്റിങ്ങിനൊക്കെ നമ്മൾ സ്ഥലമൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോകും. നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും, നമുക്ക് വർക്ക് ചെയ്യാനുള്ള റൈറ്റ്സ് ഇല്ല. അതാണ് അതിന്റെ മെയിൻ ഉദ്ദേശം. നമുക്ക് ട്രാവൽ ചെയ്യാൻ പോയി 90 ഡേയ്സ് 3 മാസം നമുക്ക് വിത്തൗട്ട് വിസ നമ്മളെ പാസ്പോർട്ടും ഇവിടുത്തെ നിങ്ങൾ ഏത് ഷെങ്കൻ കൺട്രിയിലാണ് താമസിക്കുന്നത് അവിടുത്തെ ID കാർഡ്, ഇപ്പോൾ റൊമാനിയയിലാണെങ്കിൽ ഇവിടുത്തെ TRC കാർഡും നമ്മൾ ഇന്ത്യൻ പാസ്പോർട്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഏത് എയർപോർട്ട് വഴിയോ ഏത് ബോർഡർ ചെക്ക് വഴി ബോർഡറിൽ വഴിയും നമുക്ക് ഈ 28 കൺട്രീസിൽ നമുക്ക് ഇങ്ങനെ റൗണ്ട് അടിക്കാം, നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പോകാം, ഇതൊക്കെ ചെയ്യാം. പക്ഷെ ഏജൻസികൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഷെങ്കൻ കൺട്രി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ പോയി വർക്ക് ചെയ്യാം, നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല. അതൊരിക്കലും നടക്കില്ല. നമുക്ക് നടക്കില്ല എന്നല്ല, അവിടെ ഇപ്പോൾ ഒരു വേറൊരു ഷെങ്കൻ കൺട്രി, അതായത് ജർമ്മനി എന്ന് വിചാരിക്കുക. ആ ജർമ്മനിയിൽ ഒരു സ്പോൺസർ ഉണ്ടാവുക. ആ സ്പോൺസർ നമുക്ക് വർക്ക് പെർമിറ്റ് തരാൻ വേണ്ടിയിട്ട് റെഡി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവർ വർക്ക് പെർമിറ്റ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ജോലിക്കായിട്ട് അവിടേക്ക് പോവാം.
അല്ലാത്ത പക്ഷം നമ്മൾക്ക് വിസിറ്റിങ്ങിന് പോവാം. അല്ലാതെ വേറെ നമുക്ക് വേണമെങ്കിൽ വിസിറ്റിങ്ങിന് പോയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. പിന്നെ ഒരു കമ്പനീസിനെ കണ്ടുപിടിച്ച് നമ്മൾ ഇവിടുന്ന് ഓൺലൈനിലോ ലിങ്ക്ഡിൻ വഴി നമുക്ക് ഏതെങ്കിലും ജർമ്മനിലുള്ള കമ്പനി ടൈപ്പ് ചെയ്തിട്ട് ഓക്കെ അവർ നമ്മളെ ഇൻ്റർവ്യൂവിന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അവരുമായിട്ട് ഡയറക്റ്റ് പോയി കോൺടാക്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അവരുടെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി അവർ നമുക്കൊരു വർക്ക് പെർമിറ്റ് തന്ന് അത് അവർ പ്രോസസ്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇന്ത്യയിൽ പോകേണ്ട ആവശ്യമില്ല. പിന്നെ തിരിച്ച് ഇവിടുന്ന് റൊമാനിയൻ്റെ ബുക്കാറസ്റ്റിൽ പോയിട്ട് അവിടെ ഇതുണ്ടാവും, എംബസി ഉണ്ടാവും. എല്ലാ കൺട്രീസിലും എംബസി ഉണ്ടാവും. അവിടെ പോയിട്ട് നമുക്ക് വിസേൻ്റെ പണി പെട്ടെന്ന് ചെയ്തെടുക്കാം. നമ്മൾ തിരിച്ച് നാട്ടിൽ പോകേണ്ടതോ ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് നടക്കും. പക്ഷേ നമുക്ക് ഇതിൻ്റെ പ്രോസസ്സ് എന്ന് വെച്ചാൽ എല്ലാം നമ്മൾ ഇങ്ങോട്ട് വന്ന പോലെ തന്നെ നമുക്ക് വേറൊരു കമ്പനി നമുക്ക് എല്ലാം തന്നാൽ മാത്രമാണ് നമുക്ക് അങ്ങോട്ട് പോയിട്ട് ജോലി ചെയ്യാനുള്ള ഇതുണ്ടാവും, ചെയ്യാൻ പറ്റുള്ളൂ. അത് ഈ ഏജൻസികൾ മെയിനായിട്ട് പറയുന്നത് ഇപ്പോൾ ഷെങ്കൻ അല്ലേ, അതുകൊണ്ട് ഇവർ പൈസയും കൂട്ടി. ഷെങ്കൻ ആയതുകൊണ്ട് 3 ലക്ഷം എന്നുള്ള 5 ലക്ഷം 6 ലക്ഷം വരെയൊക്കെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ വെറുതെ ഷെങ്കൻ്റെ പേര് പറഞ്ഞിട്ട്. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ നിങ്ങളിപ്പോൾ കേൾക്കുമ്പോൾ വിചാരിക്കുന്നുണ്ട് ഓക്കെ ഒരാൾ വർക്ക് പെർമിറ്റ് തരാം, നമുക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റും, അത് ഈസി ആണല്ലോ, ഇത്രയല്ലേ ഉള്ളൂ എന്ന്. പക്ഷേ ഇതിനകത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അന്വേഷിച്ച് വെച്ചിട്ട് നമുക്ക് അറിഞ്ഞത് ഇപ്പോൾ ഏതൊരു യൂറോപ്യൻ കൺട്രീസ് ആയാലും അവരാദ്യം പ്രിഫറൻസ് കൊടുക്കുക യൂറോപ്യൻ സിറ്റിസൺസിനാണ്. നോൺ EU ആയിട്ടുള്ള കാറ്റഗറീസിൽ നമ്മൾ മോൾഡോവ മറ്റേ യുക്രൈനിലുള്ള ആൾക്കാർക്കൊക്കെയാണ് പിന്നെ പ്രിഫറൻസ് ഉള്ളത്. പിന്നെ ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ നമ്മളും ഒരു ഇൻ്റർവ്യൂവിന് ഒരു പേപ്പർ വെച്ചു, അല്ലെങ്കിൽ നമ്മളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, അതേപോലെ തന്നെ EU സിറ്റിസൺ ആയിട്ടുള്ള ഒരാൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ EU സിറ്റിസൺ ആയിട്ടുള്ള ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത ആൾക്കായിരിക്കും കുറച്ചും കൂടെ പ്രയോറിറ്റി കൂടുതൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഇവിടെ ഒരു വർക്ക് പെർമിറ്റ് അടിക്കണമെങ്കിൽ ലേബർ കോർട്ടിൽ നോട്ടീസ് ബോർഡിലിട്ട് ഇവിടെ ഇപ്പോൾ റൊമേനിയക്കാണെങ്കിൽ റൊമേനിയക്ക് ആൾ വരികയാണെങ്കിൽ റൊമേനിയത്തിലുള്ള ആൾക്കാർ ആ വർക്കിന് കിട്ടുന്നില്ല, യൂറോപ്യനിൽ ആരും ഇല്ലാന്ന ശേഷമാണ് അവർ പുറത്തുനിന്ന് പബ്ലിഷ് ചെയ്തിട്ട് ഇവിടുത്തെ ലേബർ ഇതിലൊക്കെ പോയിട്ട് അവർ ചെയ്തിട്ടാണ് പുറത്തുനിന്ന് ആൾക്കാർ എടുക്കുന്നത്. നല്ല പേപ്പർ വർക്ക് ഒരുപാട് ഉള്ളതാണ്. ഒരു EU സിറ്റിസൺ ആണെങ്കിൽ അവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ റൊമേനിയക്കാരന് ഇപ്പോൾ ജർമ്മനി പോയി വർക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടുന്ന് ഡയറക്റ്റ് വണ്ടി എടുത്ത് ഇവിടുന്ന് ജർമ്മനിക്കാണെങ്കിൽ 1000 കിലോമീറ്റർ 1000 കിലോമീറ്റർ കൊണ്ട് 12 മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ ജർമ്മനി എത്തും. അല്ലെങ്കിൽ ഫ്ലൈറ്റിലാണെങ്കിൽ 1 അവർ കൊണ്ട് ഇവിടുന്ന് ജർമ്മനി എത്തും. അവർക്ക് ജസ്റ്റ് അവിടെ പോയി ലാൻഡ് ചെയ്ത് അവർക്ക് എന്താ എംപ്ലോയറെ കണ്ടിട്ട് കാര്യം പറഞ്ഞ് അവർക്ക് അവിടെ കാർഡ് കൊണ്ട് നേരിട്ട് ഇമിഗ്രേഷൻ ഓഫീസിൽ പോയി അവർക്ക് അവിടുത്തെ 1 ഇയർ കാർഡോ 2 ഇയർ കാർഡോ അടിച്ച് കിട്ടും. വർക്ക് ചെയ്യാനുള്ള കാർഡ് അടിച്ച് കിട്ടും. അവർക്ക് ഒരു പ്രോബ്ലം ഇല്ലാണ്ട് വർക്ക് ചെയ്യാം. പക്ഷേ നോൺ EU സിറ്റീസാണ് ഒരിക്കലും അങ്ങനെയല്ല. എല്ലാ പ്രോസസ്സും ചെയ്ത് ശേഷം വിസ അടിച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെയെന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തും IT പ്രൊഫഷൻസിന് ഇന്ത്യൻസിന് കുറച്ചും കൂടെ ചാൻസസ് കൂടുതലാണെന്ന് കേട്ടു. അതായത് IT ഫീൽഡിലുള്ള ആൾക്കാർ ഇന്ത്യൻസിനാണ് കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ഉള്ളതും കുറച്ചും കൂടെ ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്ക് ഇന്ത്യൻസിന് അവിടെ പ്രിഫറൻസ് ഉണ്ട്. അല്ലാത്ത വർക്കിന് മൊത്തം ഇവർ ഈ ഒരു നാട്ടിൽ ആരുമില്ല, ഈ ഒരു നാട്ടിൽ ഈ ഒരു വർക്ക് ചെയ്യാൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ CNC, ഇവരുടെ CNC ആണെങ്കിൽ ഈ യൂറോപ്യൻ യൂണിയനിൽ ആരുമില്ല. ഒരു ഇതിട്ടിട്ട് നോട്ടീസ് ഇട്ടിട്ട് ഈ ഒരു കൺട്രിയിൽ ആരും ഈ ഒരു ജോലിക്ക് ആപ്റ്റ് ആയിട്ടില്ല, കിട്ടുന്നില്ല എന്നാണെങ്കിൽ പിന്നെ നമുക്ക് അവർ ഇന്ത്യയിൽ നിന്ന് എടുക്കും. കാരണം ഈ പേപ്പർ വർക്ക് ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് ഭയങ്കര മടിയെന്നല്ല, ഒരുപാട് ചില സ്ഥലത്ത് പേപ്പർ വർക്കിന് പൈസയും ഈടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ അത്രയും ചാൻസ് എടുത്തിട്ട് നാട്ടിൽ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് എടുക്കും. നമ്മളിപ്പോൾ നമ്മളെ നാട്ടിലായാലല്ലോ ഒരാൾ ചിന്തിക്കേണ്ട ഇവിടെ ഉണ്ടെങ്കിൽ പേപ്പർ വർക്ക് അത്രയും കുറവാണെങ്കിൽ ഇവിടുന്ന് എടുക്കാമെന്നല്ലേ ചിന്തിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഏജൻസികൾ ഈ കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് ഇങ്ങ് എത്തിപ്പെട്ടാൽ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിപ്പെട്ടാൽ മതി, എന്നിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയി വർക്ക് ചെയ്യാം എന്നൊക്കെ അങ്ങനെ ചിന്തിക്കരുത്. പലരും അങ്ങനെ പെട്ടുപോയിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുള്ള പല കൺട്രീസിലാണ് ഇന്ന രാജ്യത്ത് പോവാം, കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളത് കിട്ടുമെന്നൊക്കെ. പക്ഷെ അത് ഈ കാര്യങ്ങളൊക്കെ ഈ ഏജൻസിനോട് ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിച്ചവർക്ക് ചില ഏജൻസികൾക്ക് അറിയില്ല. കാരണം ഈ ഒരു സാധനം ഈ ഇത്രയും പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊന്നും ഇവർക്ക് അറിയണമെന്നില്ല. ഇവർ ജസ്റ്റ് അങ്ങ് തള്ളി വിടുക. ചില ആൾക്കാർ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എല്ലാ ഏജൻസിനെയും ഞങ്ങൾ കുറ്റം പറയുന്നില്ല. പക്ഷേ സ്റ്റിൽ ഉണ്ട് ഇങ്ങനെ കുറേ വാഗ്ദാനങ്ങൾ നൽകിയിട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പം നമ്മളൊക്കെ എന്താ ഇപ്പോൾ ഒരാളിപ്പോൾ കുറച്ച് ലയബിലിറ്റീസ് ഉള്ള ആൾക്കാർ വരുവാണെങ്കിൽ നമ്മൾ മാക്സിമം എല്ലാ മാസവും പണിയെടുത്ത് പൈസ ഉണ്ടാക്കാനോ നോക്കുക. അതിൻ്റെ ഇടയ്ക്ക് യാത്ര ചെയ്ത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ലീവ് എടുത്ത് പോകാനോ ഉള്ളൊരു ചാൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. യാത്ര ചെയ്യാൻ ഇടയ്ക്ക് വെക്കേഷൻ കിട്ടുമ്പോൾ പോവാം. വെക്കേഷൻ കിട്ടുമ്പോൾ എല്ലാ സ്ഥലത്തും വെക്കേഷൻ ആയിരിക്കും. അങ്ങനത്തെ ഒരു മൈൻഡുള്ള ആൾക്കാർക്ക് ഷെങ്കൻ ഓക്കെയാണ്. ട്രാവലിംഗ് മൈൻഡൊക്കെ ഉള്ള ആൾക്കാർക്ക് സുഖമാണ്. നമുക്കിപ്പോൾ
ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാം. അത് വേറൊരു എന്താ പറയുക, ഇപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നാട്ടിൽ നിന്ന് നമ്മൾ ജർമ്മനിയിലേക്കോ നിങ്ങൾ ഏതൊരു യൂറോപ്യൻ കൺട്രിയിലേക്ക് നാട്ടിൽ നിന്ന് വരണമെങ്കിൽ മിനിമം ഒരു 2.5 ലക്ഷം രൂപ ചിലവാകുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ ഡയറക്റ്റ് ജർമ്മനിലേക്കുള്ള ഫ്ലൈറ്റിന് 100-150 യൂറോ, നാട്ടിൽ 8500 രൂപ ഉണ്ട് എനിക്ക് ഇവിടുന്ന് ജർമ്മനിലെത്താം ബൈ ഫ്ലൈറ്റിനാണ്. യൂറോപ്യൻ യൂണിയനിലാണെങ്കിൽ യാത്ര ചെയ്യാൻ സുഖമാണ്. ഏട്ടന് ജലദോഷവും കഫക്കെട്ടൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇവിടെ നല്ല തണുപ്പാക്കി ക്ലൈമറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ യാത്ര ചെയ്യാനൊക്കെ നമ്മൾ ഈ യൂറോപ്യൻ കൺട്രിയിൽ എത്തിയാൽ സെറ്റാണ് കേട്ടോ. ഷെങ്കൻ കൺട്രി ആണെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും യാത്ര ചെയ്യാം. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. ഈ ഏജൻസിക്കാർ പറയുന്ന പോലെ എല്ലാം അങ്ങോട്ട് കിട്ടുമെന്ന് വിചാരിക്കണ്ട. പിന്നെ ഈ പൈസ കൊടുക്കുന്നതിൻ്റെത് വലിയ റൊമേനിയയിലേക്കാണെങ്കിൽ, ബാക്കിയുള്ള കൺട്രീസിൻ്റെ എനിക്ക് പറയാൻ അറിയില്ല ഞങ്ങൾക്ക്. പക്ഷേ റൊമേനിയയിലേക്കാണെങ്കിൽ 10 ലക്ഷം ഒന്നും കൊടുത്തിട്ട് വരാനുള്ള വേർത്തില്ല. പിന്നെ ചില ഏജൻസികൾ അൺസ്കിൽഡ് വർക്കിന് ആൾക്കാരെ കൊണ്ടുവന്നിട്ട് അവർക്ക് അവിടെ പണിയില്ലാതെ അവർ വേറെ സ്ഥലത്തൊക്കെ പണിയെടുക്കേണ്ടി വന്നിട്ടുണ്ട് എന്നൊക്കെ കേട്ടു. അപ്പോൾ കുറേ കംപ്ലൈൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം അത് പലർക്കും ബാധിക്കും. അതുകൊണ്ട് വേണ്ട. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അൺസ്കിൽഡ് വർക്കിന് റൊമേനിയയിലേക്കൊക്കെ വരുന്ന സമയത്ത് ശ്രദ്ധിച്ചും കണ്ടൊക്കെ വരിക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മളുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ചോദിക്കുക. ഞങ്ങൾക്ക് പറ്റുന്ന പോലെ ഞങ്ങൾ പറഞ്ഞു തരാം. പിന്നെ പലരും ചോദിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു ഏജൻസി പറഞ്ഞു തരാൻ പറ്റുമോയെന്ന്. ഞങ്ങൾ പറഞ്ഞു തരാത്തതിൻ്റെ മെയിൻ പ്രശ്നം ഇതാണ്. ഓരോരോ ഏജൻസിക്ക് ഓരോരോ പ്രശ്നങ്ങൾ. ഞങ്ങൾ ഒരു ഏജൻസി ഓക്കെ ഈ ഏജൻസി വഴി കുറേ ആൾക്കാർ വരുന്നുണ്ട് എന്ന് വിചാരിച്ചപ്പോൾ ഒരു ഏജൻസിനെ പറ്റി പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ആ ഏജൻസി വഴി വന്നിട്ട് പെട്ടവരെ ഉണ്ട്, കുറേ പേർക്ക് പ്രശ്നങ്ങളും ഉണ്ട്. അപ്പം അങ്ങനെ ഏജൻസികളെ നമ്മൾ കുറ്റം പറയല്ല, കാരണം ഇഷ്ടംപോലെ ആൾക്കാരോട് എത്തിയിട്ടുണ്ട്. പേപ്പർ വർക്ക് ഒക്കെ എന്തൊക്കെയായാലും 100 ആളിലെടുക്കുമ്പോൾ ഒരു 10 ആൾക്ക് അവർക്ക് എങ്ങനെയെങ്കിലും റിജക്ഷൻ വരാം. പക്ഷെ അത് ഏജൻസിയുടെ തലയിലായിരിക്കും പോകുന്നത്. എങ്ങനെ പിന്നെ ചില ഏജൻസികൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നുണ്ട്, അറിഞ്ഞുകൊണ്ട് പറ്റിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ കാരണം ആദ്യത്തെ ഒരു 10,000 വെച്ചിട്ട് ഒരു 100 ആൾക്കാരോട് വാങ്ങിക്കഴിഞ്ഞാൽ അവരുടെ പരിപാടി കഴിഞ്ഞല്ലോ. അങ്ങനെ വളർത്തുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ അറിയാത്തത് കൊണ്ടാണ്. കാരണം ഞങ്ങൾ ഏജൻസി ത്രൂ അല്ലല്ലോ വന്നത്. അപ്പം ഞങ്ങൾക്കൊരു ഐഡിയ ഇല്ല. പക്ഷെ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് മാക്സിമം ഏതെങ്കിലും ഒരു ഏജൻസി ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചേക്കുക. ഷെങ്കൻ കൺട്രി മീൻസ് നമ്മൾ ഇന്ത്യൻസിന് അല്ലെങ്കിൽ നോൺ EU ആയിട്ടുള്ള സിറ്റിസൺസിന് അത്ര ഈസി അല്ല ബാക്കിയുള്ള കൺട്രീസിൽ ജോബ് കിട്ടുക എന്നുള്ളത്. അത് നിങ്ങൾ കറക്റ്റായിട്ട് ഓർത്ത് വെച്ചേക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ വരിക. ഈ കമന്റ് ഇട്ടാലും മതി. നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. കമന്റ്സിന് റിപ്ലൈ തരുന്നതിന് കുറച്ചൊരു ഇതുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ആരെങ്കിലും പുറത്തേക്ക് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, നമ്മൾ കുറച്ച് ഇത് കാണിച്ചു തരാം. നമ്മുടെ റൂമിന്റെ അടുത്തുള്ള ഒരു ഏരിയ ആണിത്. നല്ല രസമാണ് ഇവിടെ. പക്ഷെ നല്ല തണുപ്പുണ്ട് കേട്ടോ, കൈയൊക്കെ തണുപ്പായി. അത് കുറുക്കനാണോ എന്ന് മനസ്സിലായി. കുറുക്കനെ പോലത്തെ പട്ടിയും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ പൂർവാധിക ശക്തിയോടെ തിരിച്ചു വരുന്നതായിരിക്കും. എങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് ആണ് വേണ്ടത് ഒന്ന് കമന്റ് ചെയ്തേക്കാം. അല്ലെങ്കിൽ കമന്റ് ചെയ്യാം. മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ. എന്നാലേ നമ്മളുടെ വീഡിയോസ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുള്ളൂ. അപ്പോഴാണ് ഞങ്ങൾക്ക് വീഡിയോ ചെയ്യാനുള്ളൊരു ഉണ്ടാവുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോ ബൈ.